റിട്ടയർമെൻറ്റ് അനുബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ്. എല്ലാവരും മുമ്പോട്ട് വന്ന് സഹകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ 1989 ഏപ്രിൽ മാസത്തിൽ കേരള ഗ്രാമീൺ അന്ന് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കായിരുന്നു. നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ നടപ്പിലക്കാട് ശാഖയിൽ ജോയിൻ ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ 35 വർഷത്തെ സർവീസായി. ക്ലറിക്കലായിട്ട് തുടങ്ങിയ ജീവിതം സീനിയർ മാനേജറായിട്ട് നാളെ പടിയിറങ്ങുകയാണ്. ഇതിനുള്ളിൽ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നമ്മൾ നന്ദി പറയുന്നു. ഭാവി ജീവിതം എന്തായാലും ആക്റ്റീവായിട്ട് തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു യൂട്യൂബ് ചാനൽ വഴിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ കുറേ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം മുമ്പിലുണ്ട്. അതിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഭാര്യ ഗവൺമെൻറ് ഹൈസ്കൂൾ ടീച്ചറായിരുന്നു. തോട്ടക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീച്ചറായിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയറായി. 2 മക്കളാണുള്ളത്. 2 പേരുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത മകള് സൂര്യ, ഇളയ മകള് സുധി. സൂര്യയുടെ വിവാഹം സായി വിഷ്ണു ഹസ്ബൻഡ്, സുധിയുടെ ഹസ്ബൻഡ് സജിൻ. 2 പേരും ദുബായിലാണ്. സൂര്യയ്ക്കൊരു കുഞ്ഞുണ്ട്. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. റിട്ടയർമെൻറ്റ് ലൈഫ് പൊതുവെ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇടയിൽ കുറച്ച് സമയം കൂടെ നമുക്ക് കിട്ടും. അവർക്ക് പൂർണ്ണമായിട്ട് നമ്മളെ കിട്ടുമെന്നുള്ളൊരു സന്തോഷമാണ് അവർക്കുള്ളത്. നാളെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ സർവീസിൽ നിന്നും വിരമിക്കുന്ന, ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ബാബു സാർ, നമ്മളുടെ മുൻ റീജിയണൽ മാനേജർ നാരായണൻ നമ്പൂരി സാർ, കേരള ഗ്രാമീൺ ബാങ്ക് കോട്ടയം റീജിയണൽ ഓഫീസ് ചീഫ് മാനേജർ സിന്ധു, ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരള ഗ്രാമീൺ ബാങ്കിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ബാബു സാറിൻ്റെ കുടുംബാംഗങ്ങളെ, മറ്റ് ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളെ, ഞാനാദ്യം എന്നെ പരിചയപ്പെടുത്താം. കാരണം ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ബാങ്ക് അല്ലാത്ത കുറച്ച് ആൾക്കാർക്ക് ഒരുപക്ഷെ എന്നെ പരിചയമുണ്ടാവില്ല. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ കോട്ടയം റീജിയണൽ ഹെഡാണ്, റീജിയണൽ മാനേജറാണ്. ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുന്നത് ബാബു സാർ തന്നെയാണ്. എങ്കിലും സാർ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിനെ സംസാരിക്കുന്നത്. നാളെ ഞങ്ങളുടെ റീജിയണൽ ഓഫീസിൽ സാറ് പ്രത്യേകം വേറൊരു റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ദിവസം കൂടെ സർവീസ് ബാക്കിയുണ്ട്. ഏതൊരു ഉദ്യോഗസ്ഥനും ഒഴിവാക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അവരുടെ റിട്ടയർമെന്റ് ഡേ എന്ന് പറയുന്നത്.
കേരള ഗ്രാമീൺ ബാങ്കിൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ ഒരു മെജോറിറ്റി ആൾക്കാർ യങ്സ്റ്റേഴ്സ് ആണ്. യങ്സ്റ്റേഴ്സ് മീൻസ് ഒരു അറൌണ്ട് 30-40 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവരൊന്നും ഒരു പക്ഷേ റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കുന്ന സമയം ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ സർവീസിലുള്ള ആൾക്കാർ തന്നെ പലപ്പോഴും ഈ ഒരു ദിവസത്തെ പറ്റി പണ്ടുള്ള രീതിയിലല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്പൂരി സാറൊക്കെ റിട്ടയർ ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ഒരു രീതിയല്ല ഇപ്പോഴത്തെ ബാങ്കിങ് രീതി. പ്രഷർ അല്ലെങ്കിൽ ടെൻഷനൊക്കെ കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പണ്ട് റിട്ടയർ ചെയ്യുന്ന ഒരു സന്തോഷത്തോടുകൂടിയല്ല, സന്തോഷം അന്നും ഇന്നും ഉണ്ട്. പണ്ട് ചിലപ്പോൾ വിഷമത്തോടുകൂടിയായിരിക്കും റിട്ടയർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും റിട്ടയർമെൻറ്റ് വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും പോകുന്നത്. ആ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടുവരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ അത്രമാത്രം എന്താ പറയുക, വർക്ക് പ്രഷർ അത്രത്തോളം ഉണ്ട്. ഞാൻ ആരെയും ഡീമോട്ടിവേറ്റ് ചെയ്യല്ല ഇവിടെ. കാരണം ഇനി നാളെ പോലെ സാറ് ഇന്നലെ പറഞ്ഞില്ലേ വർക്ക് പ്രഷർ ഉണ്ടെന്ന് പറയുന്നത് അങ്ങനെ ചോദിക്കരുത്. ഓക്കെ, ബാബു സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. കാരണം സാറ് NMGB നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിലായിരുന്നു, ഞാൻ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിലായിരുന്നു. അതിനുശേഷം 2013 2 കോടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ഇൻസ്പെക്ഷനിലായിരുന്നു. അപ്പോഴും നമ്മളുമായിട്ടൊരു വല്ലപ്പോഴുമുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എങ്കിലും ഓരോ ബ്രാഞ്ചിലും ഇൻസ്പെക്ഷൻ തുടങ്ങുമ്പോഴും അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിനെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതിലും അവർക്ക് പറ്റാവുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതിലും സാറ് വളരെയധികം മുൻകൈ എടുത്തിട്ടുണ്ട്. പുതിയ തലമുറയെ ഉപദേശിക്കുന്നതിലും അവർക്ക് തെറ്റുകൾ വരുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതിലും സാറ് വളരെയധികം മുൻകൈ എടുത്തിട്ടുണ്ട്. പലപ്പോഴും ഞാൻ സാറ് ഇൻസ്പെക്ഷൻ നടക്കുന്ന സമയത്ത് ബ്രാഞ്ച് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ചങ്ങനാശ്ശേരിയിലൊക്കെ സാറിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. അവിടെയുള്ള തെറ്റുകളൊക്കെ സാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക്. തീർച്ചയായിട്ടും ഒരു 30 വർഷം 35 വർഷം സർവീസ് അറൌണ്ട് 35 years സർവീസ് കഴിഞ്ഞ് ഒരാൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർക്കൊരു വിശുദ്ധമുണ്ടാവും. എന്തായാലും അവർക്കൊരു വിശുദ്ധമുണ്ട്. അത് പുതിയ തലമുറ അവരിൽ നിന്നുമാണ് പഠിക്കേണ്ടത്. കാരണം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് തലമുറകൾ തമ്മിൽ ഗ്യാപ്പ് കുറച്ച് അധികമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബ്രാഞ്ചുകളിൽ തന്നെ പോയാൽ കാണുന്നുണ്ടാവും. അതായത് അവിടെയുള്ള അവിടെ എന്താ പറയുക, മാനേജറുടെ സീറ്റിലിരിക്കുന്ന ആളും കൗണ്ടറിലിരിക്കുന്ന ആളും ഒന്നുകിൽ ഒരേ പ്രായക്കാർ, ഇല്ലെങ്കിൽ ക്യാബിനിലിരിക്കുന്ന ആളിനെക്കാട്ടി പ്രായം കൂടിയ ആൾക്കാരായിരിക്കും കൗണ്ടറിലിരിക്കുക. ഇങ്ങനെയൊക്കെ കാണാം. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ നാരായണ നമ്പൂരി സാറൊക്കെ ഉള്ള സമയത്ത് അന്ന് മാനേജർ എന്ന് പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ഒരാൾ, കുറച്ച് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു മെന്റർഷിപ്പിന്റെ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. എന്തായാലും പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഇനിയും കുറച്ച് പേർ ബാക്കിയുണ്ട്. അവർക്ക് ഒരുപാട് റോളുണ്ട്. ആ റോളിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരാളാണ് ബാബു സാർ. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 പേരും ബിടെക് ആണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഒരാൾ സിവിലാണ്. സാധാരണ പെൺകുട്ടികൾ സിവിലിൽ പോകാറില്ല. 2 പേരും സിവിലാണ്. വെരി ഗുഡ്. ഓക്കെ, എന്തായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം ഇവിടെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നമ്മൾ കുറേ ഈ റിട്ടയർ ചെയ്യുന്ന സമയത്താണല്ലോ ആൾക്കാരെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയുക. നല്ല കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ പുകഴ്ത്തി പറയും. സാറിനെ പറ്റി എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഞാൻ മോശമായിട്ടുള്ളതൊന്നും പറയുകയില്ല. എന്തായാലും അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യവും, എന്തായാലും പറയാം, സാധാരണ പറയുന്ന വാക്കുകളൊക്കെ തന്നെ അല്ലേ, ഹാപ്പി, പീസ്ഫുൾ, ഹെൽത്തി, ആക്റ്റീവ് റിട്ടയർ ലൈഫ് നേരുന്നു. സാറിൻ്റെ കുടുംബാംഗങ്ങൾക്കും. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സാറ് ചങ്ങനാശ്ശേരിയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. സാറിൻ്റെ വൈഫിൻ്റെ വീട് തോട്ടക്കാടാണെന്നാണ് പറഞ്ഞത്. ചങ്ങനാശ്ശേരി തന്നെയാണ്. തോട്ടക്കാട് പറഞ്ഞത് വേറെ ആരാണ്? ഓക്കെ. എന്തായാലും ഞാനും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഈ നാട്ടുകാരൻ മീൻസ് എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ്. ഭാവിയിൽ ഞാനും റിട്ടയർ ചെയ്ത് ഇവിടെ ഞാൻ വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അയൽപക്കക്കാരാവാൻ കഴിയട്ടെ. ഔപചാരികതയുടെ പേരിൽ ഞാനല്ല സ്വാഗതം ചെയ്യേണ്ടത്. എന്തിനും ആദ്യം പ്രസംഗിച്ച ഒരു വ്യക്തി എന്നുള്ളതിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ബാബു സാർ സംസാരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നാരായണ നമ്പൂരി സാർ, ജോസഫ് ജോൺ സാർ, ഇപ്പോഴത്തെ കോട്ടയം റീജിയണൽ മാനേജർ സുരേഷ് സാർ, ചീഫ് മാനേജർ സിന്ധു മാഡം, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും അല്ലാത്തതുമായ KGBS,
പിന്നെ എൻ്റെ നല്ല കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ പ്രതിനിധികൾ, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 1989 ഏപ്രിൽ മാസം 10-ാം തീയതി കേരള ഗ്രാമീൺ ബാങ്ക് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൻ്റെ നർക്കലക്കാട് ബ്രാഞ്ചിൽ ഒന്നിച്ച് ജോയിൻ ചെയ്ത 3 പേരിവിടെ എത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഞാനാണ്, മറ്റൊന്ന് രവികുമാർ, മോഹൻ. ഞങ്ങൾ 3 പേരും, ഞങ്ങളെ കൂടാതെ ഒരാളൂടെ ഉണ്ടായിരുന്നു, ബെന്നി. ഞങ്ങൾ 4 പേരും കൂടെ 89 ബാച്ചിൽ അവിടെ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ രവിക്കാണെങ്കിൽ ഇന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും രവി എത്തിച്ചേർന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതും ഇൻസ്പെക്ഷന് പോയിട്ടുള്ള ചില ബ്രാഞ്ചുകളുണ്ട്. പിന്നെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർ എൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ഷണിച്ച ധാരാളം ആൾക്കാർ, കുറച്ച് ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ സംസാരിച്ച് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. 89 ക്ലർക്കായിട്ട് സർവീസിൽ കയറിയ ഞാൻ 17 വർഷക്കാലം കാസർഗോഡ് ജില്ലയുടെ വിവിധ ശാഖകളിൽ, അതായത് നക്കലക്കാട്, ചീമേനി, കാലിച്ചാനടുക്കം, വള്ളിക്കടവ്, പാടിയൊട്ടിയാൽ തുടങ്ങിയ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്തതിന്, നീലേശ്വരം തുടങ്ങിയ ബ്രാഞ്ചുകളിൽ വർക്ക് ചെയ്തതിന് ശേഷം 2006 തിരുവമ്പണ്ടൂർ ബ്രാഞ്ചിലേക്ക് സ്ഥാനം ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ തിരുവമ്പണ്ടൂർ ബ്രാഞ്ചിൽ ജോയിൻ ചെയ്ത് 2011 അവിടെ നിന്ന് പ്രൊമോഷനായിട്ട് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിൽ തലയോരപ്പറമ്പിൽ ജോയിൻ ചെയ്യുന്നു. തലയോരപ്പറമ്പിൽ നിന്ന് പാമ്പാടിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്നു. പാമ്പാടിയിൽ 1 വർഷം തയ്ക്കാൻ പറ്റിയില്ല. 6 മാസമായപ്പോഴേക്ക് വാകത്താനം ബ്രാഞ്ച് ഓപ്പൺ ചെയ്തു. അവിടെ മാനേജറായിട്ട് ചാർജ് എടുത്തു. അതിനുശേഷം 2015 അവിടുന്ന് പ്രൊമോഷനായിട്ട് ഞാൻ സ്കേറ്റ് മാനേജറായിട്ട് കടമ്പനാട് ബ്രാഞ്ചിലേക്ക് പോവുകയാണ്. കടമ്പനാട് പക്ഷേ 1 വർഷം തയ്ച്ചില്ല, 8 മാസമേ ഉണ്ടായുള്ളൂ. നാരായണ സാറിൻ്റെ പ്രത്യേക ഒരു നിർദ്ദേശം അനുസരിച്ച് എന്നെ തിരുവല്ലയിൽ പോസ്റ്റ് ചെയ്തു. തിരുവല്ലയിൽ സാമാന്യം നന്നായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം സാറ് റിട്ടയറായി. എനിക്ക് അടുത്ത റീജിയണൽ മാനേജറായിട്ട് വന്നത് സ്റ്റീഫൻ സാറായിരുന്നു. സ്റ്റീഫൻ സാറ് ഇതേപോലെ തന്നെ ഒരു പ്രോഗ്രാം പറഞ്ഞിരുന്നു, അതായത് പാമ്പാടി ബ്രാഞ്ചിലേക്ക് ബാബുവിനെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പാമ്പാടി ബ്രാഞ്ചിലേക്ക് ഞാൻ അങ്ങനെ പോയി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാനേജറായിട്ട് ഏറ്റവും കൂടുതൽ കാലം വർക്ക് ചെയ്ത ബ്രാഞ്ച് പാമ്പാടിയാണ്. കാരണം ഞാൻ പോസ്റ്റ് ചെയ്യപ്പെടുന്നത് 2017 സെപ്റ്റംബറിലാണ്. 2021 ജൂലൈ വരെ ഏകദേശം 4 കൊല്ലക്കാലം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞാൻ തിരുവല്ലയിലേക്ക് പോകുന്നു. തിരുവല്ലയിലേക്ക് പോയതിന് ശേഷം ഇൻസ്പെക്ഷൻ വിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആയി. അങ്ങനെ 1.5 കൊല്ലത്തോളം ഇൻസ്പെക്ഷൻ വിങ്ങിൽ വർക്ക് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊമോഷനായിട്ട് സീനിയർ മാനേജർ പോസ്റ്റിലാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. എൻ്റെ റിട്ടയർമെൻറ്റ് നാളെ റീജിയണൽ ഓഫീസിൽ നിന്നാണ്. കാരണം കോട്ടയം RO യൂണിറ്റിലാണ് ഞാൻ ഇൻസ്പെക്ഷൻ യൂണിറ്റ് ഉള്ളത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റിട്ടയർമെൻറ്റ് RO ആണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ROയുമായിട്ട് നമുക്ക് വലിയ ബന്ധമൊന്നുമില്ല. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ROയിൽ സ്റ്റാഫുമായിട്ടോ മറ്റ് ഞങ്ങളുടെ HM യൂണിറ്റുമായിട്ടോ ശരിക്കും പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഈ ROയുമായിട്ട് ഇത്രയും ഒരു അടുത്തൊരു ബന്ധം വന്നെന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് സാറിൻ്റെ സ്നേഹപരമായിട്ടുള്ള ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ്. സുരേഷ് സാറിനെ എനിക്ക് പലപ്പോഴും ബ്രാഞ്ചുകളിൽ ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. ബ്രാഞ്ചിലെ ഇൻസ്പെക്ഷൻ ഉള്ള സമയത്തും എല്ലാവരെയും, ഏത് ബ്രാഞ്ചിൽ ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിലും അവിടുത്തെ റീജിയണൽ മാനേജേഴ്സിനെ കോൺടാക്ട് ചെയ്യുകയും ആ ബ്രാഞ്ചിലെ പോയിന്റ്സ് അല്ലെ ഡിഫക്ട്സ് എന്തൊക്കെയാണ് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അത് സ്പോട്ട് ക്ലോഷറിന് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ RMCൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇത്രയും നന്നായിട്ട് സഹകരിച്ച RM എന്നുള്ള നിലയിൽ ഇൻസ്പെക്ഷൻ പീരീഡിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ച RMCൽ ഒരാളെന്നുള്ള നിലയിൽ സാറിനോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ബ്രാഞ്ചുകളിൽ നിന്ന് കാര്യമായ വിഷമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പലരും കേട്ടിട്ടുണ്ട് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പേടിയായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇൻസ്പെക്ടർ വരിക എന്ന് പറയുമ്പോൾ ഇവരെന്തെഴുതി പിടിപ്പിക്കാനാണ് വരുന്നത്. പക്ഷെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഞാൻ പോയ ബ്രാഞ്ചുകളിലൊക്കെ എനിക്ക് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് അവസാന കാലങ്ങളിൽ ഞാൻ പോയ ബ്രാഞ്ചുകളിലൊക്കെ മോർ ദാൻ 85% സ്പോട്ട് ക്ലോഷർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില ബ്രാഞ്ചുകളൊക്കെ സ്പോട്ട് ക്ലോഷർ തന്നെ ആയിട്ടുണ്ട്.
എന്തായാലും ഇതിനെല്ലാം എന്നോട് സഹകരിച്ചിട്ടുള്ള എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ക്ഷണിച്ചപ്പോൾ എല്ലാവർക്കും ഒന്ന് കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാനും നമുക്ക് എല്ലാവരെയും ഒന്ന് ഒത്തു കാണാനും ഒക്കെ ഒരവസരം കിട്ടിയപ്പോൾ എല്ലാവരും എന്നോട് സഹകരിച്ചതിൽ പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ ഇനിയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ മറുപടിയായിട്ട് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ബാബു ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ വരണം എന്നുള്ളൊരു മോഹം തന്നെ ഉണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നിച്ചു കൂടാനുള്ള സാധ്യതകൾ വളരെ ചുരുങ്ങുന്നു എന്നുള്ളത് കൊണ്ട് ഇന്നത്തെ ഒരു സായാഹ്നം ഒരുപാട് ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലെത്തി. ഞാനിവിടെ ഈ ആറോയിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ബാബു ഒന്നിച്ചുണ്ടായിരുന്നു. ഞാൻ വന്ന സമയത്ത് കുറച്ച് 2 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔദ്യോഗികതയിലപ്പുറം നീളുന്ന കുറേ ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ വീട്ടിലിരിക്കുന്നത് പോലെ തന്നെ ഒരു ഉത്സാഹം ഓഫീസിലേക്ക് വരാൻ വെച്ചാൽ അതിനകത്തൊരു ഡിസ്കംഫർട്ടോ ഒരു അസ്വസ്ഥതയോ ഒന്നും ഇല്ലാതെ പകരം ഒരു വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല കാരണങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ടീം വന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ച്. അതിൽപ്പെട്ട ഒരാളാണ് ബാബു. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് ബാബുവിൽ കണ്ടിട്ടുണ്ട്. വളരെ വിനയാന്വിതനാണ്. ആരോടും അങ്ങനെ കടുത്ത് സംസാരിക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല. എന്നോടൊരിക്കലും ഇല്ല. വളരെ സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഇടപെടലൊക്കെയാണ് എല്ലാവരോടും, കസ്റ്റമേഴ്സിനോടും ഒക്കെ. പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ ഏറ്റെടുത്തേക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു കൃത്രിമത്വമൊന്നുമില്ല. അത് അവനവൻ എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ഒരു രീതി. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ റിട്ടയർമെന്റ് ഒന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ ആ ഡ്യൂട്ടീസിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ റൂട്ടീൻ കാര്യങ്ങളിലൊക്കെ കുറെ വ്യത്യാസം വരുന്നുള്ളത് കൊണ്ട് അവനവൻ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഏറ്റെടുത്തേക്കുന്ന തൊഴിലും ഇനി സ്വന്തം താല്പര്യങ്ങൾ നിർവഹിക്കാൻ പോണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് അനുഭവപ്പെടില്ല. എൻ്റെ അനുഭവം അതാണ്. ഇവിടെ ബാങ്കിലായിരുന്നപ്പോഴാണെങ്കിലും അത് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്ത് താമസിക്കുമ്പോഴും എനിക്ക് റിട്ടയർ ചെയ്തതിൻ്റെ ഒരു എന്താ പറയണ്ടേ കുറെ ഈ വ്യക്തിപരമായിട്ടുള്ള അഭിനിവേശങ്ങളുടെ പുറകെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായി എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷെ അത് ഈ ജന്മത്തിൽ തന്നെ വേണമല്ലോ. അടുത്ത ജന്മത്തിലാവാന്നുള്ളൊരു പ്ലാൻ അല്ലല്ലോ, അതുണ്ടോ എന്ന് നിശ്ചയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഈ ഇപ്പൊ 10-35 വർഷം പറഞ്ഞ് പ്രട്ടി ലോങ് പീരീഡ് ഒരു മനുഷ്യന്റെ ഒരു പുരുഷാർത്ഥത്തിലെ വലിയ കാല അളവാണ് ഇവിടെ. ഭാഗ്യവശാൽ നമുക്കിപ്പോ ഒരു താങ്ക്ലെസ് ജോബ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അന്ന് പെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഐ മസ്റ്റ് സേ ദിസ് ഐ ആം താങ്ക്ഫുൾ. അങ്ങനെയായി. ഇപ്പൊ അത് തന്നെയല്ല, ഇപ്പോ ബാബു റിട്ടയർ ചെയ്യുന്നതായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് ഒരു ചെറിയ ബാങ്കല്ല. കേരള ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ നന്നായി പ്രവർത്തിക്കുന്ന ബാങ്കുകളിൽ ഇന്ത്യയിൽ തന്നെ 18ാമത്തെ ബാങ്കാണ്. അതൊരു പ്രൗഡ് മൊമെന്റ്. ചെറിയ കാര്യമല്ല അത്. അതിനകത്തൊക്കെ നമ്മളുടെ എല്ലാവരുടെയും സിഗ്നേച്ചറും കോൺട്രിബ്യൂഷനും ഉണ്ട്. അത് പറയുമ്പോൾ വെച്ചാല് വളരെ ഒരു എന്താ പറയണ്ടേ അഭിമാനമുണ്ട്. ആ കഠിനാധ്വാനമൊക്കെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ എത്തിപ്പെടുന്നുണ്ട്. അത് ഇറ്റ് ഈസ് നോട്ട് ലെഫ്റ്റ് ടോട്ടലി അൺനോട്ടീസ്ഡ്. അതിനകത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പങ്കുണ്ട്. അങ്ങനെയാണ്. എക്സലൻസ് നെവർ ഹാപ്പൻസ് ബൈ ആൻ ആക്സിഡന്റ്. അതിൻ്റെ പിന്നിൽ പെർസർവൻസ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, ലക്ഷ്യബോധമുണ്ട്, ഉത്സാഹമുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ ഓരോ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇവരൊക്കെ നമ്മളെല്ലാവരും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടാവും. അവിടെ ഒരുപാട് ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും. ഇവർ ചെന്ന് ചോദിച്ചവരൊക്കെ പറഞ്ഞു ഇത് ഗംഭീരമാണ്. ഒരു ഫ്രൗണിങ് ലുക്കൊന്നുമില്ല. രാവിലെ വേറെ ഏതെങ്കിലും പല ബാങ്കുകളിലും ചെല്ലുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് രാവിലെ കുഴി തെഴുന്നേറ്റ് വന്നേക്കും എന്നുള്ളതിന് ഒരു ഫ്രൗണിങ് ലുക്ക് കൊടുക്കില്ല. വി ക്യാൻ സ്മൈൽ. ചിരിക്കാറുണ്ട്. ഗ്രാമീൺ ബാങ്കിൽ ആര് വന്നാലും ചിരിക്കാറുണ്ട്.
അത് വലിയ കാര്യമാണ്. ചിരി നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്തൊരു സാധനം. അത് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടും എന്നല്ലാണ്ട് ഇത്ര രൂപയ്ക്ക് ചിരി തരാമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ അതിന് വാങ്ങത്തുമില്ല, സ്വന്തം തലയ്ക്ക് കൊടുക്കണം. സോ ഇത് ഈ പറയുന്ന ഒരു വലിയ ടെൻഷനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന പലരും ഈ ഗ്രാമപ്രദേശത്തുള്ള വളരെ ഊഷ്മളമായിട്ടുള്ള ബന്ധം ആസ്വദിച്ചവർ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുന്നത്. വെച്ചാൽ അത് നമുക്ക് റിവാർഡിംഗ് ആണ്. റിവാർഡിംഗ് ഇൻ ദ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ, നോട്ട് ഇൻ ടേംസ് ഓഫ് റുപ്പീസ്. അത് സംതൃപ്തിയാണ്. വൈകുന്നേരം പോകുമ്പോൾ നമ്മൾ ഈ ഖലീജിബ്രാനൊക്കെ പറയുന്ന പോലെ ഈ ചിറകുമുളച്ചൊരു ഹൃദയവുമായിട്ട് അതിരാവിലെ ഉണരാൻ, നന്ദി നിറഞ്ഞൊരു ഹൃദയവുമായി കൂടണയാനെത്താൻ. സ്നേഹം ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇബ്രാൻ പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു മോഹം മാത്രം തഴുകി ഒഴുകിയ കരകവിയണം. അതാണ്, വേറെ ഒന്നും ദുഷ്ടലാക്കൊന്നുമില്ല. ഒരു വ്യക്തിബന്ധത്തിലുള്ള സൗഹൃദത്തിലുള്ള ഒരു ഊഷ്മളത എന്ന് പറയുന്നത് നിരുപാധികമായിട്ട് എല്ലാവരെയും പരിമിതികളോട് കൂടി തന്നെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ആ സ്നേഹത്തിൻ്റെ ഒരു ഈ പങ്കുവെക്കല്, പാരസ്പര്യം പകരലും നുകരലും ഒക്കെ നടക്കുക. അപ്പം അങ്ങനെ ഒരുപാട് ബ്രാഞ്ചിൽ ഞാൻ വർക്ക് ചെയ്തേക്കുന്ന പല ബ്രാഞ്ചിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ബന്ധം സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും എന്നെ ക്ഷണിക്കാറുണ്ട്. എനിക്ക് പോകാൻ പറ്റില്ല, ഇല്ലെങ്കിലും വയനാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ദൂരെയുള്ളവരുണ്ടെങ്കിൽ അവരെ ഓർക്കാറുണ്ട്, വിളിക്കാറുണ്ട്. അതൊക്കെ വലിയ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഈ ഒരു തേർഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പോലുള്ള ഒരു നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആ സാധനത്തിന്റെ ഡിവിഡൻഡ് വന്നുകൊണ്ടിരിക്കുക സ്നേഹമായിട്ട്. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ബാബുവിനോട് പറയാനുള്ളത്, റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല. സോ യു കീപ്പ് അപ്പ് ദ സെയിം സ്പിരിറ്റ്. എന്നിട്ട് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ തിരിക്കേണ്ടത് നമുക്ക് റിവാർഡിംഗ് ആയിട്ട് ചില നൗ യുവർ ടാർഗറ്റ് ഈസ് ടു ഹാവ് എ സെൽഫ് പാറ്റ്. ബാബുവിന് തന്നെ ബാബുവിന്റെ തോളിൽ തട്ടിയിട്ടൊന്ന് അഭിനന്ദിക്കാൻ പറ്റണം. ഞാനങ്ങനെ ശ്രമിക്കാറുണ്ട്, അങ്ങനെ ഇടയ്ക്കൊക്കെ തട്ടാറുണ്ട് ഞാൻ. അപ്പൊ അത് വലിയ കാര്യമാണ്. അത് ഇപ്പൊ ഭാഗ്യത്തിന് ഇപ്പോൾ പെൻഷനും മറ്റുള്ള ബെനിഫിറ്റ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ വലിയ ദാരിദ്ര്യമൊന്നുമില്ല, ജീവിച്ചു പോവാം. പണം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്ന. പക്ഷെ പണം എല്ലാം അല്ല. ഈ പറയുന്ന ആ സംതൃപ്തി എന്ന് പറയുന്ന സാധനം നമുക്ക് വില കൊടുത്ത് പഠിക്കാൻ പറ്റില്ല. അത് നമ്മൾ ഉണ്ടാക്കണം. അതുണ്ടാവുന്നത് അഭിനിവേശങ്ങളുടെ പുറത്ത് ആ ഒരു എന്താ പറയട്ടെ, അശ്രാന്തശ്രമം ആത്മാവിൻ്റെ അനുഭൂതിയിലെത്തുവതെങ്ങോ ചാകോ, അതിനൊരു വലിയ റിവാർഡാണ്. അത് പൈസയല്ല, അത് അശ്രാന്തശ്രമം ആത്മാവിൻ്റെ അനുഭൂതിയിൽ. അദ്ദേഹത്തിന്റെ പാട്ടങ്ങനെയായിരുന്നു, പ്രബുദ്ധഹൃത്തിൻ പ്രേരണയാൽ ഉൾക്കരുത്തു കാണുവതെങ്ങോ, അറിവു നിറഞ്ഞു തെളിഞ്ഞു തുളുമ്പിട്ടൊഴുകി ചേരുവതെങ്ങോ, ചെറുമതിലുകളാൽ ഈ ലോകം ഉടഞ്ഞു പോകാത്തൊരിടം, സത്യത്തിന്റെ അടിത്തട്ടിൽ നിന്നുയരും വാക്കുകളെങ്ങോ, അശ്രാന്തശ്രമം ആത്മാവിൻ അനുഭൂതിയിലെത്തുവതെങ്ങോ. സോ യു ട്രൈ ഫോർ ദാറ്റ്. അശ്രാന്തശ്രമം ആത്മാവിന്റെ അനുഭൂതിയിലെത്തുന്ന അവനവന്റെ അഭിനിവേശങ്ങളുടെ പുറകെ പോയിട്ട് ആ അനുഭൂതി നുകരാനുള്ള ഒരു ശ്രമം ആയിരിക്കണം ഇനിയത്തെ ടാർഗറ്റ്. ദാറ്റ് വിൽ ബി ഹൈലി റിവാർഡിംഗ്. ദിസ് ഈസ് ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ്. അശ്രാന്തശ്രമം ആത്മാവിൻ അനുഭൂതിയിലെത്തുവതെങ്ങോ, യുക്തി തൻ തെളിനീരുറവകളൊഴുകി മൃത്യുമുകർന്നോരാചാരത്തിൻ ദിക്കറിയാമരുവിൻ മണലിൽ വറ്റിയൊടുങ്ങാത്തിടമേതോ, ആത്മാവിന്റെ നയിപ്പൂനി അനുനിമിഷം വളരും ചിന്തയിലും കർമ്മങ്ങളിലും, അവിടേക്കാ സ്വാതന്ത്ര്യത്തിൻ സ്വർഗത്തിലേക്ക് എന്റെ പിതാവേ, എൻ പ്രിയനാടൊന്നുണരട്ടെ, എൻ പ്രിയനാടൊന്നുണരട്ടെ. പ്രിയപ്പെട്ട ബാബുവിനും കുടുംബത്തിനും റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം ഏറ്റവും സുന്ദരമാവട്ടെ, ആനന്ദപ്രദമാവട്ടെ, അനുഭൂതി വരാൻ കഴിയട്ടെ. നിങ്ങളെല്ലാവരെയും കാണാനും സംസാരിക്കാനും എനിക്കൊരു സാധ്യത ഇവിടെ തുറന്നു. പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും സ്നേഹം. താങ്ക് യു. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും
ബാബു, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും തന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്കില്ലാതെ വേറൊന്നും നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ കാണുന്നില്ല. 2 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു. ഒരു റിട്ടയർമെന്റ് ഒരു പ്രത്യേകിച്ച് ഒരു അനുഭൂതി ഒന്നും തരുന്നൊരു ഫീലിംഗ് ഒന്നുമല്ല. നമുക്ക് നമ്മുടേതായ ഒരു എന്താണ് സാറ് പറഞ്ഞതുപോലെ ഈ എൻജോയബിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് വരികിൽ, അതിന്റെ പുറകെ നമ്മൾ പോകുന്നുണ്ട് എന്ന് വരികിൽ ലൈഫിനൊരു റിട്ടയർമെന്റ് ഇല്ല. 1989 ബാബു നഗരകാട് ജോയിൻ ചെയ്തു അല്ലേ? അടുത്ത ബ്രാഞ്ചിൽ ഞാനും ഉണ്ടായിരുന്നു, വെള്ളരിക്കുള്ള ബ്രാഞ്ചില്. അപ്പൊ ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടായിരുന്നു. ഞങ്ങള് അവിടെ അടുത്തുള്ള രാത്രിയിൽ അടുത്തുള്ള സിനിമാ കൊട്ടയിൽ സിനിമ കാണാനും ഡെപ്യൂട്ടേഷനും ഒക്കെ ആയിട്ട് കാസർഗോഡിന്റെ ഏറ്റവും കിഴക്കേ മൂലയ്ക്ക് ഞങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ വെള്ളരിക്കുണ്ട് ബ്രാഞ്ചിൽ 5 വർഷം ഉണ്ടായിരുന്നു, ബാബു 4 വർഷം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അവിടെ മുതല് എന്താണ് ഞങ്ങളിങ്ങനെ സഹപ്രവർത്തകരാണ്. ഞാനും ബാബു ഒരുമിച്ച് ജോലി ചെയ്തിട്ടില്ല, പക്ഷെ ഒരുമിച്ചായിരുന്നു എല്ലായ്പ്പോഴും. ആറുവിലായിരുന്നപ്പം ബാബു പാമ്പാടി ബ്രാഞ്ചിലുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്താണ് നമുക്കൊരു റിട്ടയർമെന്റ് ഒരു അനുഭൂതിയാക്കണമെങ്കിൽ, ഒരു സന്തോഷം തോന്നണമെന്നതിൽ റിട്ടയർമെന്റിന് മുന്നേയുള്ള നമ്മളുടെ കാലഘട്ടം നമ്മൾ അതെങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ ആണ്. നമുക്ക് എന്തിനോ വേണ്ടി എങ്ങനെയൊക്കെയോ ആണ് നമ്മളുടെ ഒഫീഷ്യൽ ലൈഫ് നമ്മൾ ചെലവഴിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റോ ബാങ്കോ പൊതുജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതമോ ഒക്കെ ഒരു എന്താണ് ഒരിക്കലും പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കില്ല. നമ്മൾ ഏത് സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടി വന്നാലും നമ്മൾ കുറേയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ബാങ്കിലായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബ്രാഞ്ചിലായിരിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ വരുന്ന കസ്റ്റമറെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നു? എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നൊന്നും കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവരോടുള്ള നമ്മളുടെ പെരുമാറ്റം ആണ് ഒരു ബാങ്കറാക്കി മാറ്റുന്നത്. വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, ബന്ധപ്പെടുന്ന എല്ലാ ആൾക്കാരിൽ നിന്നും ഗ്രാമീൺ ബാങ്ക് സ്റ്റാഫിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ടുള്ള, റിട്ടയർമെന്റിന് മുന്നും റിട്ടയർമെന്റിന് ശേഷവും അടുത്തുള്ള ബ്രാഞ്ചുകളിലും ഒക്കെ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലായിടത്തും എന്താണ് സ്റ്റാഫ് നല്ലതാണ്. ബാങ്കിൻ്റെ ഉള്ളിലെ അറ്റ്മോസ്ഫിയർ ഭയങ്കര എന്താണ് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്നതാണ്. അങ്ങോട്ട് പോകാൻ തോന്നും. ഈ ഒരു റെഫറൻസ് ആണ് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ നമുക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടിയില്ല, മോസ്റ്റ് റെപ്യൂട്ടഡ് ബാങ്ക് എന്ന ഒരു അവാർഡിൽ ഇങ്ങനെ ആൾക്കാരെ അടുത്ത് ചോദിച്ചപ്പോൾ വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നുന്ന ഒരു സ്ഥലമായി നമ്മുടെ ബാങ്കിന് റെഫർ ചെയ്യപ്പെടാൻ കാരണമായിട്ട്. എന്തുകൊണ്ടോ നമ്മളുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആകുക. ബാങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ നിലനിൽക്കുന്നത് നമ്മൾ ആ ഒരു കൾച്ചർ കൊണ്ടായിരിക്കില്ല ബാങ്കിലേക്ക് ചെന്നത്. ബാങ്കിൽ ചെന്നപ്പോൾ അവിടെയുള്ളവർ നമുക്ക് പകർന്നു തന്ന ഒരു കൾച്ചറാണ് ഈ പറയുന്നത്. അപ്പൊ അത് നിലനിർത്തുക. ബാബു നീണ്ട 35 വർഷത്തെ ഒഫീഷ്യൽ ലൈഫ് വളരെ ഭംഗിയായി തീർത്തു. ബാബുവിന് എന്തുകൊണ്ടും എന്താണ് ആത്മസംതൃപ്തി നൽകുന്ന ഒരു കരിയറായിരുന്നു ബാബുവിൻ്റെത്. ബാബു വളരെ വളരെ അഭിമാനത്തോടുകൂടെ ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് ബാബു പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നത് കൊണ്ട് മാത്രമാണ്. നമുക്ക് ബാബുവിനെ അറിയാം, ഒരു കുറച്ചൊക്കെ കാർക്കശ്യക്കാരൻ്റെ ജോലിയുടെ കാര്യത്തിൽ സ്വന്തമായ ഒരു പാറ്റേൺ ഉണ്ട്. ഇന്നതുപോലെ ചെയ്യണം, ഞാൻ ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, എല്ലാം കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ട്. അങ്ങനെ ചെയ്തു പോകുന്നവർക്ക് എന്താണ് വല്ലാതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞാനിങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു, എൻ്റെ കൂട്ടത്തിലായിരുന്നു. എനിക്ക് എന്തുകൊണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സംതൃപ്തിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും നമ്മുടെ റിട്ടയർമെൻറ്റ് ദിവസം അങ്ങനെ ഫീൽ ചെയ്യണം. എന്നെ ബാങ്കിൽ ഏൽപ്പിച്ച ജോലി അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, ഇത് രണ്ടും. നമ്മളൊരു പബ്ലിക് പേഴ്സണാണ് ബാങ്കിൻ്റെ അകത്ത് ഇരുന്ന് കഴിയുമ്പോൾ. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന പബ്ലിക്കിൻ്റെ പൈസയാണ്,
നമുക്ക് ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തീർത്ത് അവസാനം ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ബാങ്കിൻ്റെ ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് വിരമിക്കുന്നു എന്ന് നമുക്ക് വളരെ തന്നെടുത്തോടുകയും അഭിമാനത്തോടുകയും പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ നേട്ടം നമ്മുടെ ബാങ്കിൽ ആ ഒരു റിട്ടയർമെന്റ് കൊണ്ട് അവസാനിക്കുന്നതല്ല, അതൊരു പോസിറ്റീവ് എനർജിയാണ്. അത് നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അത് മുറിച്ചു നിൽക്കുക, പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും. അങ്ങനെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഈ സീനിയേഴ്സ് കാണിച്ചു തരുന്ന ആ നല്ല പാതയിലൂടെ മുന്നേറുക. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നല്ലൊരു സ്ഥാപനമായിട്ട് നമ്മളുടെ ബാങ്ക് എപ്പോഴും ആൾക്കാരാൽ റെഫർ ചെയ്യപ്പെടണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ബാബുവിന് വളരെ സന്തോഷം നിറഞ്ഞ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുകയാണ്. പിന്നെ ഈ ബാങ്കിന്റെ തിരക്കുകൾക്കിടയിൽ മാറ്റിവെക്കപ്പെട്ട സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ഉണ്ടെന്നവരിൽ അതൊക്കെ ഇഷ്ടം പോലെ വർഷം ചെയ്യുക. ബാബുവിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് റിക്വസ്റ്റ് ഉണ്ട്. കാരണം കാലാവസ്ഥ മോശമായതുകൊണ്ടും എല്ലാവർക്കും തിരക്കുള്ളത് കൊണ്ടും നമുക്ക് ഭക്ഷണത്തിലൂടെ ഇതിനിടയ്ക്ക് തന്നെ കടക്കാം. ഭക്ഷണം എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ. എല്ലാവരും ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കണം. കാരണം എന്താ വെച്ചാൽ ലേറ്റ് ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ സമയം കിട്ടാതെ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ബാങ്കിൻ്റെ എല്ലാ സഹപ്രവർത്തകരും നാരായണൻ സാർ വന്നിട്ടുണ്ട്, ജോസ് സാർ വന്നിട്ടുണ്ട്, ഈ ബോക്സറിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ പല ഘട്ടങ്ങളിലും ഒരു സമ്പർക്കത്തിൽ അങ്ങനെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ്. അതിൽ കൂടുതൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കൊളീഗായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫാമിലി, ഒരു NMGB ഫാമിലി, എൻ്റെ കൂടി ഫാമിലി ആയതുകൊണ്ട് സാറ് എൻ്റെ ഒരു കുടുംബാംഗമാണ്. അതേപോലെ തന്നെ ഇൻസ്പെക്ഷൻ വിങ്ങിലെ ആ ഒരു ഗ്രൂപ്പ് എപ്പോഴും അതിൽ ത്രൂ ഔട്ടുള്ള എല്ലാവരും ഒരേ കുടുംബം പോലെയാണ്. അപ്പോൾ ഞാനും സാറും ആ ഒരു രീതിയിലും ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഈ ഒരു റിട്ടയർമെൻറ്റ് വേളയിൽ ഇന്നല്ല നാളെയാണ് റിട്ടയർമെൻറ്റ്. നമ്മൾ നാളെ ഒഫീഷ്യലായിട്ട് ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് ഒരു യാത്രയപ്പ് സാറ് വിളിക്കുന്നുണ്ട്. എല്ലാവരും ആ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സാറിനും ഫാമിലിക്കും ഒക്കെ ഭാവിയിൽ ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സുന്ദരവും സൗഭാഗ്യപൂർണവും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് ബാബു സാറുമായിട്ടുള്ള ബന്ധം ഈ കേരള ഗ്രാമീൺ ബാങ്ക് രൂപീകരിച്ചപ്പോൾ തൊട്ടേ ഉള്ളൂ. അതായത് 2014 മാറുന്നൊരു ബ്രാഞ്ചിൽ ജോയിൻ ചെയ്യുന്ന സാറ് വാർത്താനത്തുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു 10 കൊല്ലവും വളരെ അടുത്തൊരു ബന്ധം പുലർത്തി. അതിന് ശേഷം ഇപ്പം ഒരു 2 കൊല്ലമായിട്ട് ഇൻസ്പെക്ഷൻ വിങ്ങിലാണ്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളും എന്നെ വിളിക്കാറുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുന്നു. സാറിനും എല്ലാവിധ ഭാവങ്ങളും റിട്ടയർമെന്റിലേക്ക് ആശംസിക്കുന്നു. സാറിന് ഞാൻ കോട്ടയം റീജിയണൽ ഓഫീസിൽ വർക്ക് ചെയ്ത 2019 തൊട്ടാണ് അറിയുന്നത്. സാറിന് ഇപ്പോഴാണ് പല കാര്യങ്ങളും ഒരുമിച്ച് വിളിക്കാറുണ്ട്. പാമ്പാടി മാനേജരായിരുന്നു അന്നേരം. ഇതിനുശേഷം വീണ്ടും ഇൻസ്പെക്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ പലപ്പോഴും ഇൻസ്പെക്ഷനിലും വെച്ചിട്ടും പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, വളരെ സംസാരിക്കാറുണ്ട്. എന്തായാലും സാറിന് എല്ലാവിധ ആയുസ്സും ആരോഗ്യവുമുള്ള സന്തോഷപ്രദമായ നീണ്ട റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. ബാബു ഞാനുമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് കഴിഞ്ഞ 35 വർഷം ആയിട്ടുള്ള സൗഹൃദമാണ്. കാരണം ഞാനും ബാബു
രവികുമാർ ഞങ്ങൾ ഏകദേശം ഒരേ ആഴ്ചയിലാണ് നോർത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൽ ജോയിൻ ചെയ്തത്. ഞങ്ങൾ വളരെ റിമോട്ട് ഏരിയയുള്ള ഒരു നർഗിലക്കാടെന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് ഞങ്ങൾ ജോയിൻ ചെയ്തത്. ഈ നർഗിലക്കാടെന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ നീലശ്ശേരത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 35 കിലോമീറ്റർ ദൂരെയാണ് ഈ നർഗിലക്കാടെന്ന് പറയുന്നത്. നർഗിലക്കാടെന്നൊക്കെ ഞങ്ങൾ ഒത്തിരി നാൾ കൂടിയാണ് നർഗിലക്കാടെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കുന്നത്. അതുപോലെ വളരെ റിമോട്ടായിട്ടുള്ളൊരു ബ്രാഞ്ചിലാണ് ഞാൻ ബാബു, രവികുമാർ, അതുപോലെ മിന്നിപ്പോള്, അതുകൂടാതെ നമ്മുടെ RC പിള്ള, ഞങ്ങളിങ്ങനെ 5 പേരുണ്ടായിരുന്നു. അതിൽ ബെന്നിപ്പോള് റിട്ടയറായി. ബെന്നിപ്പോള് തൃശ്ശൂരുകാരനായിരുന്നു. പുള്ളി റിട്ടയറായിട്ട് ഒരു 3-4 വർഷമായി. ഞങ്ങൾ ആത്മാർത്ഥ ഇല്ലേ ബെന്നിപ്പോള് തൃശ്ശൂരുള്ള ബെന്നിപ്പോള് അന്ന് ഞങ്ങളോട് നമ്മുടെ കല്യാണത്തിന് നടപ്പുറം നമ്മൾ കാണുകയൊക്കെ ചെയ്തു. ഇവിടെ പാടെ കല്യാണത്തിനായി വന്നതാണ്. ബെന്നിപ്പോൾ ഒരു പള്ളി വെച്ച് പറഞ്ഞില്ലേ ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. അന്നേരം ഞാൻ രവികുമാരെ ഇപ്പോഴെ ബാബു ഞങ്ങളെല്ലാം ഒരു പായലായിരുന്നു കിടക്കുന്നത്. അങ്ങനെ വളരെ ലളിതാപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം സഹിച്ചാണ് ഞങ്ങൾ നർഗിലക്കാട് ഒരു ബാബു 3 വർഷം ഉണ്ടായിരുന്നു. ബാബു കഴിഞ്ഞ് അതിനുശേഷം ആ ചുറ്റുപാടൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബാബുവിനെ സംബന്ധിച്ച് അന്ന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ALPM അതൊന്നും ഇല്ലായിരുന്നു. ബാബു അന്ന് BSc മാത്സുകാരനായിരുന്നു. മാത്സുകാരനായ കാരണം ബാബുവിന് ഈ സംഖ്യകളെ കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള കാരണം അന്ന് കണക്കുള്ളവർക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും ടാലിയാക്കണം. സംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതി നമ്മൾ എല്ലാ അക്കൗണ്ടും ടാലിയാക്കണം. SB ആണെങ്കിലും അതുപോലെ നമ്മുടെ ലോണുകളാണെങ്കിലും ടാലിയാക്കണം. അന്നേരം ബാബു ഞങ്ങളെക്കാളും വളരെ മിടുക്കനായിരുന്നു ഈ ടാലിയാക്കാൻ വേണ്ടി. അതുകൂടാതെ ബാബുവിനെ മറ്റുള്ള ബ്രാഞ്ചുകാർ പല ടാലിയാക്കാൻ വേണ്ടി ബാബുവിനെ വിളിച്ചിട്ടുണ്ട്. അന്നേരത്തിൽ ബാബു ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ടാലിയാക്കുകയൊക്കെ ചെയ്യും. അന്നേരത്തിൽ ബാബുവിന് ചില ദിവസമൊക്കെ ഒരു ഓഫർ കിട്ടും. അതുകൊണ്ട് അങ്ങനെ അത് കുറച്ച് യൂട്ടിലൈസ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേനാണ് ബാബു ആ ചുറ്റുപാടുള്ള ബ്രാഞ്ചുകളിലൊക്കെ പോയി. ഞങ്ങൾ കുടുംബപരമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. അവർ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കിടക്കുകയും അവർ കുട്ടികളുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരികയും അങ്ങനെ ഇവിടെ വരുന്നതിന് മുമ്പേ ഞങ്ങൾ വർഷങ്ങളോളം ഒരു ചെറുപ്പത്തിൽ താമസിച്ചപ്പോഴേക്കും ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങൾ നീലശ്ശേരി താമസിച്ചപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. തെക്കന്മാരെന്നുള്ളതിൽ ഒരു സൗഹൃദം ഞങ്ങളുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് കുറഞ്ഞു പോയത്. അന്നേരം കഴിഞ്ഞ 35 വർഷമായിട്ട് ബാബുവായിട്ട് ഇപ്പോഴും നമ്മൾ നല്ല സൗഹൃദം തന്നെയാണ് ഉള്ളത്. ബാബുവിന് ഇപ്പോൾ സ്കെയിൽ 3 ആയിട്ടാണ് ബാബു റിട്ടയറാകുന്നത്. അതുപോലെ രവികുമാർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ എല്ലാവരെയും കാണാൻ സാധിച്ചതിനും ബാബുവിൻ്റെ റിട്ടയർമെൻറ്റ് ജീവിതം വളരെ ശോഭനമായി തീരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ബാബുവിൻ്റെ വൈദ്യുതി എല്ലാവരും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
വാഗത്താൻ ബ്രാഞ്ചിൽ ചാർജ് എടുത്ത് അന്ന് തൊട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബാബു സാറിന്റെ. കാരണം സാറ് പോരാത്ത ഒരു വീട് പോലും പഞ്ചായത്തിലില്ല അവിടെ. എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോഴും സാർ അവിടെ നിന്ന് പോരുന്നിട്ട് 2013 ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോഴും അവിടെ എല്ലാവരും സാറിനെ അന്വേഷിക്കാത്ത വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അതുപോലെ സാർ ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ എപ്പോഴും പറയുന്നത് സാറൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടുണ്ടായിട്ടും അതുപോലെ ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ സാറ് ഏറ്റവും കൂടുതൽ ഇൻസ്പെക്ഷൻ വന്നത് ഞങ്ങളുടെ ബ്രാഞ്ചിൽ തന്നെയാണ്. അപ്പം സാറിന് എല്ലാവിധ ആശംസകളും. ഇനി സാറിന് ഒത്തിരി പ്ലാനുകളൊക്കെയാണ് സാർ ഞങ്ങളോട് പറഞ്ഞു. അതൊക്കെ നടത്തി നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യ സദസ്സിനും ആരാധ്യരായിട്ടുള്ള ഇവിടെ സഹകരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അതോടൊപ്പം തന്നെ ഞാൻ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നതിനകത്തൊരു പ്രത്യേക കാര്യമുണ്ട്. കാരണം അദ്ദേഹം വാഗത്താനത്ത് ഞാനും ബാബു സാറും നിൽക്കുന്ന ഒരു മഹാരഥനം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരെ ആദ്യ കാലത്തുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് പലരും ഇവിടെ വരികയും ആ പ്രസ്ഥാനം വളർത്തുന്നതിന് വേണ്ടി ഇദ്ദേഹം ഞാനിവിടെ കൂടി ഓരോ കല്യാണം നടക്കുന്ന സമയത്തും മരണം നടക്കുന്ന സമയത്തും ബാങ്ക് വളർത്തിയതിനെ കുറിച്ച് നമ്മുടെ മാനേജർ ഇപ്പം പറഞ്ഞു. അതുകൊണ്ടാണ് എവിടെയാണെന്നും ക്ഷണിക്കപ്പെടാത്ത ഏത് സ്ഥലത്തും എൻ്റെ ഒരു ബൈക്കുണ്ട്, ബൈക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ പോവുകയും അങ്ങനെ അവിടെ നിന്നുള്ളൊരു സുഹൃബന്ധം ആർജിച്ചുകൊണ്ട് അല്ലെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തും ഇന്ന ആളാണ് ബാങ്കിൻ്റെ മാനേജരാണ്, അത് ഇതുപോലെയാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കഴിയുമ്പോൾ തന്നെ ഒന്നിന് പകരം 3 പേരെങ്കിലും ബാങ്കിൽ വന്ന് അക്കൗണ്ട് എടുക്കുകയും അതോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് അതിപ്പം ബാബു സാറിൻ്റെ മിടുക്ക് തന്നെയാണ്. ഇപ്പോഴും ബാബു സാറിനെ അന്വേഷിക്കുന്ന പല ആൾക്കാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ മിടുക്കുകൊണ്ട് തന്നെയാണ് ആ ബ്രാഞ്ച് അത്രയും വളർത്തിക്കൊണ്ട് വരാനും നല്ലൊരു ശോഭനീയമായ ഒരു വളർച്ച നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു. പിന്നെ അതുകൂടാണ്ട് എനിക്ക് അദ്ദേഹത്തോട് മാനസികമായിട്ട് വേറൊരു അടുപ്പം കൂടിയുണ്ട്. പിന്നെ അദ്ദേഹം എൻ്റെ ഒരു ലീഗൽ അഡ്വൈസറൂടെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉയർച്ചയ്ക്കും എൻ്റെ നിലനിൽപ്പിനും ഞാനിതിപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും കാരണം അദ്ദേഹം തന്നെയാണ്. പിന്നെ ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും വെളിച്ചമേകുന്ന ഒരു ജീവിത മാർഗം ബാങ്കിൽ അപ്രൈസറായിട്ട് ജോലി ചെയ്തതിലുപരി ഞാലിയോടിക്കാവിലയിൽ എനിക്കൊരു കടയുണ്ട്. ആ കടയുടെ ദീപം തെളിയിച്ച അതായത് ഉദ്ഘാടനം ചെയ്ത സാറിന് അത് വാക്കുകൊണ്ട് വാക്കിൽ ഒതുക്കി പറയാൻ പറ്റുന്ന കാര്യമല്ല. അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് ഇന്ന് വാടകയ്ക്ക് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്നിപ്പോൾ ഞാൻ ആ സെൻട്രൽ ജംഗ്ഷനിൽ സ്വന്തമായിട്ട് ആ ഒരു കെട്ടിടം വിലയ്ക്ക് മേടിച്ച് സ്വന്തമായിട്ട് ഒരു കെട്ടിടം അവിടെ നടത്താൻ ഒരു സ്ഥാപനം നടത്തുവാനായിട്ട് എല്ലാവിധ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ മനസ്സാണ്, അല്ലാതെ നിറഞ്ഞ മനസ്സാണ്. അദ്ദേഹമാണ് അതിൻ്റെ തിരി കൊടുത്തത്. അതൊന്നല്ല 2 പ്രാവശ്യം. അതായത് വിലയ്ക്ക് മേടിച്ചു കഴിഞ്ഞും വിലയ്ക്ക് മേടിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഭാവി ജീവിതം
അതെങ്ങനെ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയണമെന്ന് അറിയില്ല. ഭാവി ജീവിതം വളരെ ശോഭനീയമാകട്ടെ എന്നും, കാരണം ഞങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത കാര്യങ്ങളില്ല. എല്ലാ ഫാമിലി വിഷയങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ത് തിരക്കുണ്ടായിരുന്ന സമയത്ത് പോലും എൻ്റെ മകൻ്റെ കല്യാണത്തിന് അദ്ദേഹം ഇവിടെ പരവൂര് വരികയും ജോലി സമയത്താണ് പരവൂര് വരികയും സഹകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ഞങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മൾ വിട്ടു പോകുന്നൊന്നുമില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം സുരക്ഷിതമാകട്ടെ എന്നും അതിലുപരിയായിട്ട് ഭാവി ലൈഫ്, മുമ്പോട്ടുള്ള ലൈഫ് ശോഭനീയമാകട്ടെ എന്ന് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും, എൻ്റെ വ്യക്തിപരമായ പേരിലും, നമ്മുടെ ഈ ബാങ്കിൻ്റെ പേരിലും, ഈ സമൂഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ ബാങ്കിൻ്റെ ഒരു കസ്റ്റമറാണ്. ചില സമയങ്ങളിൽ കസ്റ്റമറുമാണ്. ബാബുസാറിനോട് എനിക്ക് ഉപദേശിക്കാനുള്ള ഒറ്റ കാര്യം, നിങ്ങളുടെ മുൻ റീജിയണൽ മാനേജർ നമ്പൂതിരി സാർ പറഞ്ഞതുപോലെ ഒരു കവിതയാണ്. ജീവിതത്തിൻ്റെ ഇടനാഴികയുള്ള തീവണ്ടി പിന്നെയും നീങ്ങുകയായി, അതിൽ നമ്മളോ ഞെങ്ങി ഞെരുങ്ങിയിരിക്കുന്നു, എങ്ങിത് നിർത്തുമെന്നെത്തിനോർക്കുന്നതാണ്. ജീവിതമാണ്, കടന്നിങ്ങനെ പോകും. ഈ വാഹനം പലയിടത്തായിട്ടൊക്കെ നിർത്തും, അവസാനം നാം അതിൻ്റെ പൂർണ്ണതയിലെത്തും. അവിടെ വരെ അവിശ്രമം പണിയെടുക്കുക, മനസ്സിനെ സജ്ജമാക്കുക, മുൻകാലങ്ങളിൽ നൽകിയതുപോലെ സ്നേഹവും സന്തോഷവും ആത്മാർത്ഥതയും കൈമാറുക. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളിൽ ചില ആളുകളെയെങ്കിലും എനിക്ക് നേരിട്ടറിയാവുന്ന മനുഷ്യനാണ്. ഞാൻ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുന്നത് ബാബുസാർ മുഖേനയാണ്. എൻ്റെ ബാങ്ക് ഫെഡറൽ ബാങ്കായിരുന്നു, ഇപ്പോഴും അത് തന്നെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത ബാങ്കും ഫെഡറൽ ബാങ്കാണ്. പറയുന്നത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, കാരണങ്ങളുണ്ട്, ചോദിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ബാബുസാർ മുഖേന നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുകയും നിങ്ങളുടെ ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ബന്ധങ്ങൾ ഉണ്ടാക്കി, ബാബുസാറെ പോയി എല്ലാ ബ്രാഞ്ചുകളിലും ബന്ധം ഉണ്ടാക്കി. ഇപ്പം ചങ്ങനാശ്ശേരി ബ്രാഞ്ചിൽ നിലവിൽ അക്കൗണ്ടും കാര്യങ്ങളും ഉള്ള ഒരാളുമാണ് ഞാൻ. പക്ഷേ ബാബുസാർ അതിന് വഴി ഒരുക്കിയതിൽ എനിക്ക് അദ്ദേഹത്തോട് നന്ദിയും കടപ്പാടും. കാരണം ഇത്രയും നിസ്വാർത്ഥമായി നിങ്ങളുടെ ബാങ്കിനെ സേവിച്ച ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ബാങ്കിലൊക്കെ പോകുമ്പോൾ അവിടെ ഓരോരുത്തരെയും ഞാൻ പഠിക്കാനാണ് ശ്രമിച്ചത്, ഓരോ സ്റ്റാഫിനെയും പഠിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ അത് അവരാരും മനസ്സിലാക്കുകയില്ലല്ലോ. നമ്മളൊരാളെ പഠിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മാത്രമല്ലേ മനസ്സിലാക്കുള്ളൂ, മറ്റൊരാൾ മനസ്സിലാക്കുകയില്ലല്ലോ. പിന്നെ ഓരോരുത്തർക്കും എൻ്റേതാണ് നല്ലത് അവകാശവാദങ്ങളുണ്ട്. പക്ഷെ പുറത്ത് നിൽക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാടിനെയും ആ വ്യക്തിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന സ്വാധീനവും ഓരോ വ്യക്തികളുടെ സന്തോഷം കൊണ്ടാണെന്ന് മാത്രം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ റീജിയണൽ മാനേജർ മിസ്റ്റർ സുരേഷ് കുമാറാണ്. എൻ്റെ ഇപ്പോൾ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒരു അടുത്ത ബന്ധുവാണെന്ന് എന്ന രീതിയിൽ പറയണം. കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സഹോദരനാണ്. അങ്ങനെയൊക്കെ ബന്ധങ്ങളുള്ള ആളുകളോട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ നോർത്ത് ഗ്രാമീൺ ബാങ്കുമായി ബന്ധപ്പെടുന്നത്. ഇപ്പോൾ മേർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കായി. ഇപ്പോൾ അതുമായി ബന്ധപ്പെടുന്നു. ഇടക്കാലത്ത് ഞാനൊന്ന് വിട്ടുപോയിരുന്നു. വീണ്ടും പുതിയ ഞങ്ങളുടെ ബ്രാഞ്ച് മാനേജർ വന്നപ്പോൾ കോണ്ടാക്ട് ചെയ്യുകയും അങ്ങനെ ബാബുസാറിൻ്റെ ഒരു സ്നേഹവും സന്തോഷവും കൊണ്ട് വീണ്ടും ഞാനവിടെ അക്കൗണ്ട് തുടരുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാങ്കുമായുള്ള ബന്ധമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടെ ബന്ധം അതിനൊക്കെ അപ്പുറമുള്ളൊരു ബന്ധമാണ്. ഞാൻ നിങ്ങളുടെ ബാങ്കിലൊക്കെ അക്കൗണ്ട് എടുക്കുന്നതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പുള്ളൊരു ബന്ധമാണ്. അത് ബാബുസാറിൻ്റെ ഭാര്യ രാധാമണി ടീച്ചറും മക്കളും ഒക്കെ ആയിട്ടുള്ള സുധയും സൂര്യയും ഒക്കെ ആയിട്ടുള്ള ബന്ധം അതിന്നും ഒരു കുടുംബം പോലെ മുമ്പോട്ട് പോവുക. അപ്പോൾ ബാങ്കിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഇതിനേക്കാൾ മഹത്തായ ദൗത്യം ഏറ്റെടുക്കാനാണ് അദ്ദേഹം പോകുന്നത്. ഭാവിയിൽ നിങ്ങൾക്കത് ഒരു പത്രപ്രവർത്തകർക്ക് പറയാറുണ്ട്, പത്രമാധ്യമങ്ങളിലൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു പക്ഷേ നിങ്ങളെക്കാളൊക്കെ മുകളിലെത്തുന്ന ഒരു സംവിധാനം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ രൂപവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വിജയത്തിലെത്തട്ടെ. അങ്ങനെ അത് പറഞ്ഞു വരുമ്പോൾ ഒരു വാദം കൂടെ പറഞ്ഞാലേ തീരുള്ളൂ. ഭാവി തലമുറയ്ക്ക് വെളിച്ചം കാണിക്കുന്ന ഒരു വഴിവിളക്കായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ പങ്കുവെക്കുന്നു.
എല്ലാ പ്രാർത്ഥനകളും ബാബു സാറിനും കുടുംബത്തിനും നൽകുന്നു. സന്തോഷം, സ്നേഹം. എന്നെ ശ്രമിച്ചവർക്കെല്ലാം നന്ദി, നമസ്കാരം. അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ദിവസമായിട്ടുള്ള ഇന്ന് ഒത്തിരി സന്തോഷമുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ട്സും എല്ലാവരും അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോഴത്തേക്ക് അച്ഛൻ ഈ ജോബിൽ എന്തുമാത്രം ഡെഡിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുമ്പോഴത്തേക്ക് ശരിക്കും ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒത്തിരി സന്തോഷം തോന്നി. എല്ലാവരെയും ഒന്നിച്ച് കണ്ടപ്പോഴത്തേക്ക് അവരൊക്കെ അച്ഛനെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്ക് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ശരിക്കും ഇന്നത്തെ ഒരു ദിവസമൊക്കെ. അച്ഛൻ വീട്ടിൽ ഭയങ്കര കർക്കശക്കാരനാണ്? അയ്യോ അല്ല, എൻ്റെ അച്ഛൻ ഭയങ്കര ഫ്രീയാണ്. അച്ഛൻ എനിക്കൊന്ന് ജോബിലും അങ്ങനെ തന്നെയാണ്. ജോബിൻ്റെ അകത്തോട്ട് അച്ഛൻ്റെ ഡെഡിക്കേഷനും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ അച്ഛൻ എല്ലായിടത്തും ഒരേ ഒരു രീതിയിലാണ്. ഭയങ്കര ഭയങ്കര കൂളാണ്, ഭയങ്കര അടിപൊളിയാണ്. ജോലിയൊക്കെ കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫ്രീ ടൈം ഒക്കെ കിട്ടാറുണ്ടോ നിങ്ങളൊക്കെ കൊണ്ട് പുറത്തൊക്കെ പോകാൻ? അച്ഛനാണ് ഞങ്ങളെ മാത്സ് അടക്കം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ. അച്ഛൻ ഭയങ്കര ഒരു ഫാമിലി മാനാണ്. ജോബും അതുപോലെ തന്നെ കൊണ്ടുപോകുന്ന ഒരാളാണ്. ഭയങ്കര ഒരു നൈസ് ഒരു ആളാണ്. 5-6 മാസത്തെ പരിചയമുള്ള അങ്കിളിനെ ശ്രുതി വഴിയാണ് ഞാൻ പരിചയപ്പെട്ടത്. ശ്രുതിയുടെ അച്ഛനല്ലേ പിന്നെ എങ്ങനെ പരിചയപ്പെട്ടത്? അല്ല, എനിക്കറിയാം, എനിക്ക് ജോബ് അങ്ങനെ അറിയില്ല, പക്ഷെ പേഴ്സണലി അറിയാം. ശ്രുതിയുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ നല്ലൊരു ഫാമിലി മാനാണ്, നല്ലൊരു അച്ഛനാണ്. എപ്പോഴും ഇപ്പോൾ ട്രെയിനിലൊക്കെ ആണെങ്കിലും എപ്പോഴും ശ്രുതിയെ കൊണ്ടുവിടാൻ കാണും. ഇപ്പോൾ എത്ര രാത്രിയാണെങ്കിലും എത്ര പകലാണെങ്കിലും വിളിക്കാൻ വരാനും അവിടെ എപ്പോഴും സ്റ്റേഷനിൽ കോച്ചിൻ്റെ ആ ഒരു വിൻഡോയുടെ അവിടെ അച്ഛൻ എന്തായാലും കണ്ടിരിക്കും. അപ്പം എനിക്കറിയാവുന്ന ശ്രുതിയുടെ അച്ഛൻ എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി മാനാണ്. അങ്കിളിനെ തുടർന്നുള്ള ഇതിനും മുന്നോട്ടുള്ള റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ലൈഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഇന്നിപ്പം ഈ റിട്ടയർമെൻറ്റ് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കരിയർ ഇവിടെ ഇന്നിപ്പം താൽക്കാലികമായി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇത് പലതിനുമുള്ള ഒരു തുടക്കമായി മാറട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തിന് ആശംസിക്കുന്നു. ഇനിയും നല്ല രീതിക്ക് എല്ലാ സന്തോഷത്തോടും മുന്നോട്ട് കൂടി പോകട്ടെ എന്നുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു.